It's like our children are dying for the road we have taken, which is never for me, which is never for you. It's like our future in darkness, we don't care, but we won't spare, we will die. It's like our children are dying for the road we have taken, which is never for me, which is never for you. It's like our future in darkness, we don't care, but we won't spare, we will die. വർഷമായി കാസർഗോഡ് നിലനിൽക്കുന്ന വിഷയമാണ് എൻഡോസൾഫാൻ. അങ്ങയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങൾ ആ മേഖലയിൽ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. ആ പ്രക്ഷോഭ സമരങ്ങളെ കുറിച്ച് ഭരണാധിപവർഗം എൻഡോസൾഫാൻ രോഗികളോട് പിന്നീട് കാണിച്ചിട്ടുള്ള സമീപനങ്ങളെ കുറിച്ച് പ്രതികരണം അവരുടെ അതായത് ഒരു സർക്കാരിന്റെ ഒരു മെഷീനറിയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അത് 75-76 കാലഘട്ടത്തിലാണ് കാസർഗോഡ് വരുന്നത്. കാസർഗോഡ് തന്നെ ഉണ്ടായിരുന്ന മിച്ചഭൂമി ജന്മിമാരെന്ന് പിടിച്ചെടുത്തതിലാണ് വരുന്നത്. പക്ഷെ സർക്കാർ മറന്നുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കാസർഗോഡിന്റെ 1/3 ഭാഗമാണ്. കാസർഗോഡിന്റെ ജലസമൃദ്ധിയെയും കൃഷിയെയും മറ്റ് കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ മേഖലയാണ്. അത് കാടിനോട് തൊട്ട് കിടക്കുന്നതാണ്. സഹ്യസാനുക്കളുടെ താഴെയാണ്. ചെങ്കൽ കുന്നുകളുണ്ട് അവിടെ. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ 14 നദികള് അതിന്റെ കരയിലാണ് ഈ മനുഷ്യരെല്ലാം അധിവസിക്കുന്നത്. അപ്പൊ അവിടെ ഈ ജലത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടോ ഈ കുന്നുകളെ ഇടിച്ചിട്ടോ മരങ്ങളെ വെട്ടിയിട്ടോ ഒരു വികസനവും കാസർഗോഡ് നടക്കില്ല. അതെല്ലാം ഈ ഇപ്പുറത്തുള്ള ഭാഗത്തെ ബാധിക്കും. ഇപ്പൊ അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യം നമ്മൾ കാണുന്നത് ഇതിൽ തളിച്ച എൻഡോസൾഫാന്റെ പ്രശ്നമാണ്. അത് ഒരു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രത്യക്ഷത്തിൽ കാണുന്ന ഒന്ന് മാത്രമാണ്. അപ്രത്യക്ഷതകൾ കാണാത്ത സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് പ്രതികരണം വെച്ചാൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഒരു അധികാരിയെ പോലെ ഗവൺമെന്റ് അതിന്റെ മേലെ ചില നടപടികൾ എടുക്കുന്നു. ആ കശുവണ്ടി നടന്നു, ഏകവിള കൊണ്ടുവരുന്നു. അപ്പൊ ഏകവിള കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് ശ്രദ്ധിക്കാതെ പോയ കാര്യം അവിടെ ഉണ്ടായിരുന്ന വിള എന്താണ്, ആ ഭൂമി വേറെ എന്തിനുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഭൂമി ഏകവിളക്ക് പറ്റിയതല്ല. അതിൽ ചില ഭാഗങ്ങൾ പറ്റുമായിരിക്കും. പക്ഷേ നദികളുടെ കരയിലെ ഈ കുന്നിൻ ചെരുവുകൾ സമൃദ്ധമായ ജൈവ കൃഷിക്ക് പറ്റിയതാണ്. അത് ബഹുവിളാണ്. റബ്ബറോ കശുമാവോ ബഹുവിളയല്ല. റബ്ബർ പാല് നമുക്ക് കുടിക്കാൻ പറ്റില്ല. കശുമാവ് എന്ന് പറഞ്ഞാൽ വിശപ്പടക്കാനുള്ളതല്ല കശുമാവ്. അതായത് അതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു രുചി നോക്കുന്ന ഒരു സാധനമാണ്. പലപ്പോഴും അത് കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് വിപണി വെള്ളത്തിന് വരുമാനം തരും. പക്ഷെ അത് വെക്കേണ്ട സ്ഥലമുണ്ട്. അടുത്ത കാലത്ത് ഒരു പഠനം വന്നത് അവിടെ സാധാരണക്കാർ നടത്തുന്ന ചെറിയ റബ്ബർ ഇതുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, ചെറിയ അതൊന്നും റബ്ബർ പാൽ മറ്റു സ്ഥലത്ത് കിട്ടുന്ന പോലെ. പക്ഷെ സർക്കാർ ഇത് ഇത്തരത്തിലുള്ള പഠനങ്ങളൊന്നും നടത്താതെയാണ് ഇപ്പോൾ അത് റബ്ബറിലേക്ക് പോകുന്നത്. കശുവണ്ടി വരുന്നത് ഈ സ്ഥലത്തിലെ കുന്നുകളോ ഇങ്ങനെ കിടക്കുന്നു. അതൊരു ജന്മിയിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ അവിടെ കശുവണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികൾ പട്ടിണിയില്ല. കാരണം അവർക്ക് തൊഴിലില്ല. കാരണം വിദേശ ഇറക്കുമതിയില്ല. അപ്പൊ ഗവൺമെന്റ് പറയുന്നു കാസർഗോഡ് ജില്ലയിലെ സ്ഥലത്ത് കശുവണ്ടി നടണം, എന്നിട്ട് തൊഴിലാളികൾക്ക് ജോലി ഉണ്ടാക്കണം. അപ്പോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കുമ്പോൾ 52 തൊഴിലാളികളെ ഉള്ളൂ. ഈ 52 തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഒരു 4 ലക്ഷം ആളുകൾ അധിവസിക്കുന്ന ഈ ഏരിയയിൽ ഇപ്പോൾ ഏതാണ്ട് 500-600 ആളുകളെ കൊല്ലുകയും 10,000-ഓളം ആളുകളെ നിത്യ ദുരിതത്തിലാക്കുകയും ചെയ്ത പ്ലാന്റേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു വൈരുദ്ധ്യം ഈ പിന്നെ ഗവൺമെന്റ് പോളിസിയിലെ ഒരു വൈരുദ്ധ്യമാണ്. പോളിസി ഉണ്ടാക്കുന്നത് നാട്ടിലെ സമൂഹ ജീവിതത്തെയോ പ്രകൃതിയോ അറിഞ്ഞുകൊണ്ടല്ല. അതൊരു ഊഹത്തിന്റെ പേരിൽ അവരുണ്ടാക്കുകയാണ്. ആ ഊഹത്തിന്റെ പേരിൽ ബലിയാടകളാവുന്നത് നമ്മളാണ്. അപ്പൊ ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാവും.
അപ്പൊ ഇവിടെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. രോഗികളെ രക്ഷിക്കുക എന്ന പ്രധാന മോട്ടോ ഇരിക്കുമ്പോൾ തന്നെ ഇനി വരുന്ന രോഗികളെയും രക്ഷിക്കണം നമുക്ക്. ഇനി ഈ ഭൂമി സംരക്ഷിക്കപ്പെടണം. പിന്നെ ഭൂമാഫിയയുടെ ഒരു റോൾ സർക്കാർ ഏറ്റെടുക്കാൻ പാടില്ല. ഇപ്പോൾ ജന്മിമാലിനെ പിടിച്ചെടുക്കുന്ന കാലത്ത് ഈ ഭൂമിയിലെ തോലും പിറകും എടുക്കാൻ ജനങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ജനങ്ങൾ ജന്മി വിലക്കിയപ്പോൾ അതിനെതിരെ സമരം നടത്തിയ സ്ഥലമാണ് ചീമേനി തോൽവിറക്ക് സമരം. ആ സ്ഥലത്ത് ഇപ്പൊ സർക്കാരിന്റെ ജന്മി വന്നപ്പോ ഒരാൾക്കും അതിനകത്ത് കടക്കാൻ പറ്റില്ല. മാത്രമല്ല അതിനകത്ത് ഗവൺമെന്റ് ഏജൻസി ഒരുപാട് അട്ടിമറികൾ നടക്കുന്നു. ജന്മി നടത്തിയതിനേക്കാൾ കൂടുതൽ പരിസ്ഥിതി വിരുദ്ധം, മനുഷ്യ വിരുദ്ധം, പിന്നെ പ്രകൃതി വിരുദ്ധം, ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ മെഷർ ചെയ്യാനോ അതിനെ റിവ്യൂ ചെയ്യാനോ ഒരു സംരംഭവും ഇല്ല. പിന്നെ പെരിയയില് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ആ സമയത്ത് തന്നെ പ്ലാന്റേഷൻ ചെയർമാൻ പറയുന്നത് പെരിയയിൽ ഞങ്ങൾ കശുവണ്ടി സംസ്കരണ ഫാക്ടറി കൊണ്ടുവരുന്നതാണ്. പത്രവാർത്ത. 60 ലക്ഷം രൂപ അതിന് നീക്കി വെച്ചു ഇതേ സമയത്ത്, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പേ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഈ കശുവണ്ടി ഇതുവരെ ഈ കശുവണ്ടി സംസ്കരിക്കാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു ഫാക്ടറി അവർ ഇട്ടിട്ടില്ല. അപ്പൊ ഇനി കശുവണ്ടി എന്ത് ചെയ്തു? അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ഈ കശുവണ്ടി എത്രയോ അവർ തൂക്കി വെക്കുന്നതല്ല, ഒരു കോൺട്രാക്ടർക്ക് ലേലം വിളിച്ചു കൊടുക്കുകയാണ് ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കശുവണ്ടി കിട്ടി ഇതുവരെ, കണക്ക് പറ. ഞങ്ങൾക്ക് കണക്കൊന്നുമില്ല. എന്താ അത്? ഞങ്ങൾ അത് കോൺട്രാക്ട് കൊടുക്കുകയാണ്. അപ്പൊ ഒരു കോൺട്രാക്ടർ ദൂർത്തടിക്കുകയാണ്. അതില് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ദൂർത്തടിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈ പിന്നെ എൻഡോസൾഫാൻ തളിച്ചതിന് ശേഷവും മുമ്പുള്ള കണക്ക് അവർ നോക്കിയിട്ടില്ല. തളിച്ചതിന് മുമ്പ് എത്ര പിമ്പെത്രാന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കൂടിയതിന് കണക്കില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇന്ന് ഞാൻ ഈ മെയിൽ നോക്കിയപ്പോ എനിക്ക് PCKയുടെ എന്റെ സുഹൃത്ത് ഹരീഷ് പിന്നെ റൈറ്റ് ടു ആക്ഷൻ വെച്ചിട്ട് കിട്ടിയ കുറെ സാധനങ്ങൾ അയച്ചിട്ടുണ്ട്, അവരെ കണക്കുകളൊക്കെ. അപ്പൊ നാട്ടിൽ ചെന്ന് ക്ലിയർ ആയിട്ട് നോക്കണം. കാരണം ഞങ്ങളിങ്ങനെ ജോയിന്റ് ആയിട്ട് പലരും ഇങ്ങനെ അവരോട് ചോദിക്കും. അവരിൽ നിന്ന് അതെടുത്തിട്ടാണ് ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതുന്നതിന്റെ കാരണം ഒരാൾക്കും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിച്ചത് 2003-2004 കാലഘട്ടത്തിലാണ്. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരു നിഗൂഢമായ ഒരു ലാബ്രിന്ത് പോലെയാണ്, ഒരു രാവണൻ കോട്ട പോലെ. ആർക്കും പ്രവേശനമില്ല, അതിനകത്ത് നടക്കുന്ന എന്താണെന്നറിയില്ല. അതായത് കശുവണ്ടി ഉൽപാദന സമയത്ത് ഈ ഇതിനകത്ത് എല്ലായിടത്തും പലതരത്തിലുള്ള ഈ വാറ്റ് കേന്ദ്രങ്ങളാണ്. നമ്മൾ അറിയുന്നില്ല. വാറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, മരം വെട്ടി കടത്തുക. വലിയ പണ്ടത്തെ മരങ്ങൾ, വലിയ ഇത്ര തടിയുള്ള മരം ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാവുകയും അതിന്റെ തൊട്ടടുത്തുള്ള മരത്തിന് ഈ മരത്തിന്റെ നമ്പർ വരികയും ചെയ്യും. ഇത് ആരാ വെട്ടിക്കൊണ്ടുപോകുന്നത്? പിന്നെ കശുമാവുകൾ വെക്കുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെ കുറെ കാട്ടുമരങ്ങളും വെട്ടും. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്നിടത്തേക്കാണ് വളപട്ടണത്ത് കൊണ്ടുപോയിട്ടാണ് തൂക്കുന്നത്. അതിനിടയിൽ ഇതിന് എന്ത് സംഭവിക്കുന്നു ആരും അറിയാറില്ല. ഇത് കൃത്യമായി മാനദണ്ഡം വെച്ചോ ഒരു സർക്കാർ നിയമം വെച്ചോ അവിടെ ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് പ്ലാന്റേഷൻ തളിച്ച എൻഡോസൾഫാന്റെ കണക്ക് ചോദിച്ചപ്പോൾ 90% മാത്രം ഉള്ളതേ അവരുടെ കയ്യിലുള്ളൂ. അതിനു മുമ്പുള്ള ഇല്ല. അപ്പൊ അതിനു മുമ്പുള്ള 12 കൊല്ലത്തെ കണക്ക് ഇവിടെ ഇല്ല. രണ്ടാമത്തത്, പിന്നെ ഇതിന് സർക്കാർ സബ്സിഡി കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഇവന് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു റബ്ബറിനായിട്ട്. അപ്പോൾ വിഷമടിക്കാൻ വേണ്ടി സബ്സിഡി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടാകുമോ? നമ്മുടെ കേരളമാണ്. ഇതിന്റെ ഫലമായി രോഗങ്ങൾ വന്നു. ഇപ്പൊ രോഗങ്ങൾ വന്നിട്ടും പ്ലാന്റേഷനെതിരെ ഒരു കുറ്റവും സർക്കാർ ചാർത്തിയിട്ടില്ല, ഒരു മെമ്മ പോലും പോയിട്ടില്ല. ഞാനിതൊക്കെ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായ ക്ഷോഭം ഉണ്ടാകുന്നു, ധാർമ്മിക രോഷം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ പോലെ ജനാധിപത്യ സർക്കാരല്ലേ? പക്ഷെ അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഇതിലെ എന്താണ് അതിന്റെ ഡയറക്ടർമാർ, ചെയർമാനും അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട്. ഇപ്പൊ അത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം നമ്മളിപ്പോ അറിയുന്നത് ഒരുപാട്. ഇപ്പൊ റവന്യൂ കാര്യങ്ങളുടെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നു, ഒരുപാട് PSC കാര്യങ്ങൾ വായിക്കുന്നു. ഇത് അതിനേക്കാൾ വലിയ ഭീകരമായ സംഗതിയാണ് ഇത് എന്നുള്ളത് ഇപ്പോഴും കേരളീയർ മനസ്സിലാക്കില്ല. കാരണം ഇത് ആ രീതിയിൽ ഒരു പാർട്ടിയുടെ പേരിൽ പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ലിങ്ക് നോക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു നിങ്ങള് പിന്നെ ഇത് അടച്ചുപൂട്ടണം നഷ്ടത്തിലാണെങ്കിൽ. എന്നിട്ട് ആ ഭൂമി കർഷകർക്ക് കൊടുക്കണം. കാരണം അത് മറ്റ് കൃഷികൾക്ക് പറ്റിയ ബഹുവിളയുടെ സ്ഥലമാണ്, ഏകവിളക്ക് പറ്റിയ സ്ഥലമല്ല. തൊഴിലാളികൾക്ക് വേറെ സ്ഥലത്ത് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യം CITയുടെ നേതാവാണ് പ്രതികരിക്കുന്നത്, കാസർഗോട്ടെ. അയാൾ പറയുന്നു അടച്ചുപൂട്ടണം എന്ന് പറയാൻ പിന്നെ പ്ലാന്റേഷൻ ഇവർക്ക് അധികാരമില്ല എന്ന് പറയുന്നു. അടുത്ത നിമിഷം വരുന്നത് അടുത്ത ദിവസം ചെയർമാൻ്റെതാണ്.
ആഞ്ചലോസിന്റെ പ്ലാന്റേഷൻ ചെയർ, അയാൾ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. അദ്ദേഹം പറയുന്നു അടച്ചുപൂട്ടണം എന്ന് പറയാൻ അദ്ദേഹത്തിന് അധികാരമില്ല. മൂന്നാമത് വരുന്നത് CK ചന്ദ്രബാബു. CK ചന്ദ്രബാബു ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്, വളരെ നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്തായാലും അയാൾ നല്ല ബോധവും ചരിത്രബോധവും സംസ്കാരവും ഒക്കെ ഉള്ള ഇടതുപക്ഷ ആ മുന്നണിയിലെ നല്ല കരുത്തരായ ആളാണ്. പക്ഷെ അയാൾ പോലും പറഞ്ഞെന്താ, ഇതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രസ്താവനയിൽ എന്തോ രാഷ്ട്രീയമുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പറയുന്നു പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പുനരധിവാസ പ്രവർത്തനം, അയാൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരു പുനരധിവാസ പ്രവർത്തനം ചെയ്യുന്നില്ല, പ്രവർത്തനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു അർത്ഥമില്ലാന്ന് അദ്ദേഹം, ഞാനിതെല്ലാം പ്രൊട്ടേസ്റ്റാണ് ലേഖനം എഴുതിയത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒരു ലിങ്കായിട്ട് ഒന്നിച്ചെന്തുകൊണ്ട് വരുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള ഒരു ജനാധിപത്യ സ്ഥാപനമാണ്. ഈ ഒരു മൂന്നാൾക്ക് പറയാൻ എന്ത് അവകാശമുള്ളത് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു മിലിറ്ററി സ്വഭാവം ഉണ്ടല്ലോ, റെജിമെന്റൽ സ്വഭാവം, ജനാധിപത്യത്തിന്റെ ഒരു ശക്തമായ തൂണാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതിനെ പൊളിക്കുക, ശക്തമായൊരു മൂവ്മെന്റ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഓൾ കേരള ലെവലിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. സപ്പോർട്ട് ധാരാളം കിട്ടിയിട്ടുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിട്ടില്ല. ആളുകൾ ചോദിക്കും, അതാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് തീവ്രത പോരാ? തീർച്ചയായും പോരാ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിന്റെ അതന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ 10 വർഷമായിട്ട് 15 വർഷമായി. അപ്പൊ അത് ഈ ഒരു പ്രശ്നം ഞങ്ങൾ പ്ലാച്ചിമട സമരം പോലെ അല്ലെങ്കിൽ എന്താ പറയാ, ഓർഗനൈസ്ഡ് അല്ല, ഓർഗനൈസ്ഡ് രീതിയിലുള്ളൊരു തീവ്രത ഇടക്കിടക്ക് ഇത് കാസർഗോഡ് ഭാഗത്തായി പ്രോജക്ട് ചെയ്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള ബാക്കിയുള്ള എന്നും കാസർഗോഡിനാണ് ഒരു കിനിപ്പന്നികളെ കാണിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നുണ്ട്. ഡോക്യുമെന്ററിയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒരു ട്രൈബൽ ആയിട്ടുള്ള ഏരിയ ആണ് കാസർഗോഡ്. ഒന്ന് കടലിനോട് ചേർന്ന് നിൽക്കുന്നത്, ഇപ്പുറത്ത് മലയോട് ചേർന്ന് നിൽക്കുന്നത്. ഈ രണ്ടിന്റെ ഇടയിൽ കുറച്ച് മാത്രമേ ഇടനാടുള്ളൂ. അപ്പൊ ആളുകൾ ക്ഷിപ്ര വികാരികളായിരിക്കും തീർച്ചയായും. ഇപ്പൊ അറബികളെ കാണുന്നില്ല, നമ്മള് ആഫ്രിക്കൻ ആളുകളെ കാണുന്നില്ല. ഇത്തരം ആളുകളുടെ ഒരു ഗുണം എന്താ വെച്ചാൽ അവര് സ്നേഹിച്ചാൽ നമ്മളെ ഭയങ്കരമായി സ്നേഹിക്കും. പിന്നെ സ്നേഹം ഇല്ലാതെ വെറുത്തു പോയാൽ അവർ കരൾ പറിച്ചെടുക്കും, സ്നേഹിച്ചാൽ കരൾ കൊടുക്കും. അതന്നെയാണ് അവിടെ കാണുന്നത്. കാസർഗോഡ് ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ ഈ നന്മയുടെ വലിയ അംശമുണ്ട്. പക്ഷേ വെറുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ നന്മയെല്ലാം വെടിയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് മലയോര മേഖലയിൽ നിങ്ങൾ പോയാൽ അവര്, ഇപ്പൊ ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞില്ലേ, പണം തിരിച്ചു കൊടുക്കുന്ന ഈ ഉമ്മ ഉറുമാലിന് കെട്ടിയിട്ട്, നിങ്ങളെന്നാലും എനിക്ക് സങ്കടം. ആ സ്ത്രീക്കാണെങ്കിൽ ഒരു കാര്യം വരില്ല. ഞാൻ കൊണ്ടുപോയി കൊടുത്ത 8,000 രൂപ, ഇവർ കൊടുത്ത 10,000 രൂപ, പിന്നെ ആരോ 3 ടീമിനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ. ഞാൻ തന്നെ കയ്യിൽ 8,000 രൂപയുടെ കെട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 10, 28, 35, 28,000 രൂപ ഉണ്ടാവില്ല. അത് ചെലവാക്കാതെ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ അതിന് സാക്ഷി നിന്ന KS അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാൾ, നല്ലൊരാളാണ്, അയാളെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോവുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾക്കുള്ളതാണ്, എന്നിട്ടും അതിന് വിശ്വാസമാവുന്നില്ല. ഇത് മൊത്തം കാസർഗോഡ് സ്വഭാവം. അത് മുസ്ലിംസ് മാത്രമല്ല, മറ്റു സമുദായങ്ങളും ട്രൈബുകളും ആയാലും ഇതേപോലെയാണ്. അതിപ്പോ നിങ്ങൾ നോക്ക്, പെരിയയിലുള്ള ആളുകളെല്ലാം നിഷ്കളങ്കരാണ്. നിന്റെ നാട് നിനക്കറിയുന്നല്ലേ. ഒരു വളരെ ചുരുക്കം ചില ആളുകൾ കാണുമായിരിക്കും, പഴയ ജന്മിത്വത്തിന്റെ അവശിഷ്ടങ്ങളിലെ കുറച്ച് ആളുകൾ ഉണ്ടാവും, അല്ലാതെ ആരുമില്ല. അപ്പൊ ഇതിനെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത്, നിഷ്കളങ്കമായ ഒരു സ്ഥലത്ത് ഇത് വന്നു വിടുമ്പോ മറ്റു നേതൃത്വങ്ങൾ ഇല്ലാതാവുമ്പോ സമരം പതുക്കെ ഇങ്ങനെയാവും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ 10-20ഓളം അന്വേഷണ കമ്മീഷൻ ഈ 10-11 വർഷത്തിനിടയിൽ ഇവിടെ വന്നു. സർക്കാർ ഏജൻസിയിലുണ്ട്, അല്ലാതെ കോളേജുകള്, യൂണിവേഴ്സിറ്റികൾ തലത്തിലെ ഇത് വന്നു. അതൊക്കെ വന്നതിന് ശേഷവും സർക്കാർ ഈ റിപ്പോർട്ടുകളൊന്നും തന്നെ അംഗീകരിക്കാതെ കേവലം ഒരു ദുബായ് കമ്മിറ്റി റിപ്പോർട്ടിനെ മാത്രം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നുള്ളത്. വീണ്ടും ഒരു അന്വേഷണ കമ്മീഷൻ വെക്കണം എന്നുള്ള രീതിയിലേക്കാണ് അവസാനം പോയി. അതിന്റെ സാധ്യത ഇതിന്റെ എന്താന്ന് വെച്ചാല്, ഈ അന്വേഷണ കമ്മീഷനുകൾ യഥാർത്ഥത്തിൽ ഇതിലെ അന്വേഷണത്തിന്റെ ശരിയായി ചെയ്യേണ്ട ശാസ്ത്രീയത എന്താന്ന് വെച്ചാൽ മെഡിക്കൽ സയൻസിനാണ് തീരുമാനിക്കുന്നത്. വരുന്നതെല്ലാം ഈ കാർഷിക ശാസ്ത്രജ്ഞന്മാരാണ്, അവര് കീടങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരാണ്, മണ്ണിന്റെ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പം ശരീരത്തിൽ എത്രത്തോളം എൻഡോസൾഫാൻ ഉണ്ടെന്നും അത് ഏതെല്ലാം രോഗം ഉണ്ടാക്കിയിരുന്നെന്നും ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു